Okay, good morning once again, and welcome to the introduction class of our hospital administration course. And are you ready? Thank you so much, ma'am. Ready. So, before starting our intro, I would like to share something with you. Introduction class start ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തരാനുണ്ട്. ബിക്കോസ് ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ഇവിടെ ഒത്തിരി ഡിസ്റ്റർബൻസ് സൗണ്ടിന്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മളിപ്പോ 1-2 പേരൊന്നുമല്ല ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. Now it is allowed 50. ഇനിയും കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യും. സോ നമ്മളുടെ ഈ ഓഡിയോ എന്ന് പറയുന്നത് ആരെങ്കിലും ഒക്കെ ഇൻ ബിറ്റ്വീനിൽ അൺമ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പല ഡിസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. സൗണ്ട് ബ്രേക്ക് ആകും, അതുപോലെ തന്നെ എക്കോ വരും, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞാൻ തുടക്കം തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇത് ഓൾ മ്യൂട്ട് കൊടുക്കാൻ പോവുകയാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്കൊക്കെ പോകും. ഓക്കെ, first of all, let me turn off audio. Yes. അപ്പൊ നമ്മളിവിടെ ഓഡിയോ ഫുൾ ആയിട്ട് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരെയും. ഞാൻ മാത്രമേ ഇപ്പൊ സംസാരിക്കുള്ളൂ. നിങ്ങൾക്കും സംസാരിക്കണമെന്നുണ്ടാകുമായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ അറിയാനൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് യു ആർ വെരി ഈഗർലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടെ എന്താണ് ഇത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒത്തിരി ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയുന്നതിനകത്ത് ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ശേഷം ലാസ്റ്റ് ഒരു 5 minutes or 10 minutes നമുക്ക് അനുവദിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്യാം. ഓക്കെ, അതർവൈസ് നമ്മളിപ്പോ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. തൽക്കാലത്തെങ്കിലും നിങ്ങളൊരു റേഡിയോ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കാം. അത് എന്താ നമുക്ക് അല്ലാതെ വേറെ നിവർത്തിയില്ല. ബിക്കോസ് ഞാനിത് ഓഡിയോ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീനിൽ എത്ര ഈ ഇടയിൽ കയറുന്നവരൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ല. സോ അവർക്കുള്ള ഡൗട്ട്സ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ വോയിസ് ബ്രേക്ക് ആവും. എന്റെ വോയിസ് ബ്രേക്ക് ആവും, നിങ്ങളിലേക്ക് അത് കൃത്യമായി എത്തില്ല. അപ്പൊ ഈ ഇൻട്രോ ക്ലാസ് ആകെ താറുമാറാകും. ഓക്കെ, സോ അതുകൊണ്ടാണ്. അപ്പൊ എന്താണോ നമുക്ക് ഇവിടെ അറിയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം ഞാൻ പറയുന്നതില്. അപ്പൊ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ. ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ദാറ്റ് വിൽ ബി ക്ലിയർഡ് ഓൺ ഇൻ ദ ലാസ്റ്റ് 10 minutes അല്ലെ, ലാസ്റ്റ് 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ അതിന്റെ അനുസരിച്ച് ഒരു ലെങ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് നിഷ. ആൻഡ് ഞാനിവിടെ എന്താ പറയാ നമ്മുടെ ഈ സ്മാർട്ട് ശ്രീ എന്ന് പറയുന്ന ഒരു വെറൈറ്റീസ് ഓഫ് കോഴ്സസ് നമ്മളുടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിക്കുകയും അതിന്റെ ക്ലാസ്സസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള നോർത്ത് പറവൂരിലാണ് നമ്മുടെ ഈ സ്ഥാപനവും നമ്മളുടെ പ്ലേസും നമ്മളുടെ സ്ഥലവും ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിഷ അതാണ് എന്റെ പേര്. ഒന്നുകൂടി കേൾക്കാത്തവരുണ്ടെങ്കിലും കേട്ടോളൂ. എവിടെയെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലാസ് ടൈമിൽ കാണും. അതുകൂടാതെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇത് 2 സെഷൻസ് ആയിട്ടാണ് ഇൻട്രോ ക്ലാസ് പോകുന്നത്. അതിൽ ഒന്ന് അതായത് ഞാൻ നടത്തുന്ന ക്ലാസ് ആണ്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. വാട്ട് ഇറ്റ് ഈസ്, എന്താണ്, വൈ ഇറ്റ് ഈസ് സോ പോപ്പുലർ നവഡേയ്സ്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പോപ്പുലർ ആയത് എന്നുള്ളതൊക്കെ സംസാരിക്കാനാണ് നമ്മൾ ഇവിടെ
ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു പാർട്ട് ഞാനാണ് ചെയ്യുന്നത്. ആൻഡ് റിഗാർഡിംഗ് യുവർ എക്സാമിനേഷൻസ് ഓർ യുവർ സർട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള, അതായത് നമ്മുടെ ഈ കോഴ്സിന്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് മെയിൻ പാർട്ട്, നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതിനെ കുറിച്ചിട്ടും അതിന്റെ മറ്റു കാര്യങ്ങളും അത്തരം ഡീറ്റെയിൽസ് മനസ്സിലായി. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിഗാർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് സാറിന്റെ ഒരു ഇൻട്രോ ക്ലാസ് ആയിരിക്കും. ഹാഫ് പാർട്ട് സാറിന്റേതായിരിക്കും. അത് ഇന്നല്ല, അത് മൺഡേയിലാണ്. മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഹാഫ് പാർട്ട് ഉണ്ടാവുക. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ദൗത്യം എന്ന് പറയുന്നത്. സോ shall I enter to it? നമുക്ക് അതിലേക്ക് കടന്നാലോ? ഓക്കെ, കടക്കാലോ? എല്ലാവരും വളരെ ലൈവായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നേ? ലൈവായിട്ടിരിക്കണം, എപ്പോഴും ചാടി ചാടി നിൽക്കണം, സ്പ്രിംഗിൽ പോലെ. കളർ കുറഞ്ഞ് രാവിലെ ആയതുകൊണ്ട് എന്താ പറയാ, തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മള് ഒരു പുതിയ കാര്യത്തിലേക്കാണ് നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കുന്നത് അല്ലെ. ഒരു പുതിയ കോഴ്സാണ്, ആൻഡ് യു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ ഡൗട്ട്സ് ടു ബി ക്ലിയർഡ് അല്ലെ. ഒത്തിരി ഡൗട്ടുകൾ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചും കുറെ പേർക്കൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ചിലരൊക്കെ എന്താ പറയാ, ഈ ഇതിന്റെ സാധ്യതകളെ കുറിച്ച്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാൻ ജോയിൻ ചെയ്തവരാകാം. ചിലര് ഫോഴ്സ്ഫുള്ളി ഇവിടെ വിളിച്ചിരിക്കുന്ന ആളുകളെ നമ്മളെ ഫോഴ്സ് ചെയ്തത് കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ചും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവരുണ്ട് അല്ലെ. അപ്പൊ പല രീതിയിൽ, അതായത് പല കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ഇതിന്റെ സ്കോപ്പും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയും അല്ലാതെയും ഒക്കെ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ജോയിൻ ചെയ്തവരാണ് നിങ്ങളിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ മിക്കവരും തന്നെ അല്ലെ. ഇപ്പൊ അറൌണ്ട് 61 സ്റ്റുഡൻസ് ആണ് നമുക്കിപ്പോ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ വെഞ്ചർ. നിങ്ങൾ ഇപ്പൊ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പുതിയ ഉദ്യമം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ കാര്യത്തിന് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ആശംസ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാം അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? വാട്ട് യു മീൻ ബൈ അഡ്മിനിസ്ട്രേഷൻ? എന്താണ്? ഒരൊറ്റ വാക്ക് ഇതെല്ലാം അടങ്ങിയിട്ട് ഇത്ര വലിയ വിശദീകരിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡിൽ തന്നെ എവറിത്തിങ് ഇറ്റ് ഈസ് ബിലോങ് ഇൻ ഇറ്റ്, അതിനകത്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോരുത്തരും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഓഫ് അവർ ഫാമിലി. നമ്മൾ നമ്മളുടെ വീടിനെ ഭരിച്ചു കൊണ്ടു നടക്കുന്നവരാണ് അല്ലെ, മാനേജ് ചെയ്ത്. ഒത്തിരി പോരായ്മകള്, വീഴ്ചകള്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഉണ്ടാകും. ഇതിനെല്ലാം നമ്മൾ മേക്കപ്പ് ചെയ്ത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മുടെ പരിധിയിൽ നിർത്തിയിട്ട് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ് അല്ലെ. എത്തുന്നിടത്തോളം വരെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ ആ ഒരു മാനേജ്മെന്റ്, കൺട്രോള്, സ്കെഡ്യൂളിങ് അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി കോർഡിനേഷൻ, ഒത്തിരി എന്താ പറയാ, ഒത്തിരി ഫീച്ചേഴ്സ് അതിനകത്ത്, ഫങ്ഷൻസ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ. കോർഡിനേറ്റ് ചെയ്യണം, മാനേജ് ചെയ്യണം അല്ലെ, നമുക്ക് ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം നമ്മളുടെ രീതിക്ക് അനുസരിച്ച്, ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു ഫാമിലിയിൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നല്ല സ്മൂത്ത് ആയിട്ട് അത് ഫങ്ഷൻ ചെയ്യുള്ളൂ നമ്മുടെ ഫാമിലി. ഇറ്റ്സ് എ സ്മോൾ, നമുക്കറിയാം അതൊരു ചെറിയ ഒരു എന്താ പറയാ സംരംഭം. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ഒരു കുഞ്ഞ് ഒരു 3 or 4 അല്ലെങ്കിൽ 5 to 6 മെമ്പേഴ്സ് ഒക്കെ മാത്രമുള്ള ഈ ഒരു വീടിനെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാവും. എത്ര ബുദ്ധിമുട്ടുണ്ട് ഒരു ഫാമിലിയിൽ നമ്മൾ അടുക്കിച്ചിട്ട് അതിന്റെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട്. ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അല്ലെ. വേണ്ടായിരുന്നു ഇതൊന്നൊക്കെ ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ലെറ്റ്സ് എൻജോയ്. നമ്മൾ ഈ പറയുന്ന എന്ത് സന്തോഷം മാത്രം പോരല്ലോ അല്ലെ ജീവിതത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ വരുന്നത്. അപ്പോഴൊക്കെയാണ് നമുക്കൊരു എൻജോയ്മെന്റ് ഉള്ളൂ. എപ്പോഴും സന്തോഷം മാത്രം ഒരു എൻജോയ്മെന്റ് അല്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അവിടെ നടത്തുന്നത് പോലെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഹൗ ഇറ്റ് ബിക്കേം സോ പോപ്പുലർ നവഡേയ്സ്. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സിന് ഇത്ര സാധ്യതകൾ, ഇത്ര ഓപ്പർച്യൂണിറ്റീസ് വന്നു? കാരണം പലതാണ്. ഈ പല കാരണങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്, ഈ അഡ്മിനിസ്ട്രേഷനൊക്കെ പണ്ട് മുതലുള്ളതാ. ഭരണവും അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തലും കൺട്രോളിങ്ങും ഒക്കെ ഇഷ്ടംപോലെ പണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഫേമസ് ആകുകയും ഇത്രയധികം പോപ്പുലാരിറ്റി എന്താ പറയാ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലും അല്ലെങ്കിൽ ഒക്കെ നാട്ടിലൊക്കെ ഇത്രയും വികസിക്കാനുള്ള കാരണങ്ങൾ പല കാര്യങ്ങളാണ്.
So let's see what is hospital administration. Hospital administration എന്ന് പറയുന്നത് to manage all the departments of a hospital as a whole. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ എല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സോ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളിൽ ഒരു ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ എന്തെങ്കിലും അസുഖം വരുമ്പോ പനിയോ ചുമയൊക്കെ വരുമ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു, ഹോസ്പിറ്റലിൽ പോകുന്നു, പോയി ചീട്ടെടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മളോട് കുറച്ചു നേരം ഇന്ന് ഡോക്ടറെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. നമ്മുടെ ടേൺ ആകുമ്പോൾ നമ്മളുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ അകത്തോട്ട് കയറുന്നു, ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഡോക്ടർ ചില എന്താ പറയാ പ്രിസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ ഒക്കെ തരും. അത് വെച്ചിട്ട് നമ്മളോട് മരുന്ന് വാങ്ങിക്കാൻ പറയും. മരുന്ന് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഒരു 3-4-5 ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ നമുക്ക് ഒരു പരിചയമുള്ളൂ. ചിലപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് പരിചയം ഉണ്ടായിരിക്കും. ചില വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോ ചില ഏതെങ്കിലും സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെറിയ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ നമുക്ക് പരിചയമുള്ളായിരിക്കാം. പക്ഷെ നൗ by learning the course, ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ you can find out there are different departments in a hospital. ഹോസ്പിറ്റലിനകത്ത് ഇനിയും നമ്മൾ അറിയാത്ത കുറെ ഡിപ്പാർട്ട്മെന്റുകളും ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 10-20ഓളം ഡിപ്പാർട്ട്മെന്റുകളെ മൊത്തത്തില് അവിടെയുള്ള പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം, ഇതെല്ലാമാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് നോട്ട് ലെസ്. അല്ലെ, നമ്മുടെ എന്താ പറയാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത് വളരെ കുറവൊന്നുമല്ല. ഒരു ബിഗ് ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമല്ല നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് വേണ്ടത്. നമ്മളൊരു ഹോസ്പിറ്റലിനെ മൊത്തം മാനേജ് ചെയ്യാനാണ് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഹാർട്ട് പ്രോബ്ലംസിന് നമ്മൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ നഴ്സസ് they have their duty only to control and manage their own departments. അവരുടെ ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് മാത്രം കാര്യങ്ങൾ നോക്കി അന്വേഷിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അവിടെ യാതൊരു തരത്തിലുള്ള ഡിലേ പേഷ്യൻസിന് വരുന്നില്ല, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യാനുള്ളൂ. അങ്ങനെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളും, കാർഡിയോളജി ആയിക്കോട്ടെ, പീഡിയാട്രിക്സ്, ഗൈനക്ക്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫാർമസി എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവരവരുടെ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഈ കോഴ്സ് ആഫ്റ്റർ ബിക്കമിങ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി മാറിക്കഴിയുമ്പോൾ ഇറ്റ്സ് അവർ ഡ്യൂട്ടി, നമ്മളുടെ ഉത്തരവാദിത്തമാണ് ടു കൺട്രോൾ, മാനേജ്, കോർഡിനേറ്റ് ആൻഡ് ഓൾസോ ടു മേക്ക് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് സ്മൂത്ത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് സ്മൂത്ത് ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. നമ്മളുടെ ഉത്തരവാദിത്തം ചെറുതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഒത്തിരി വലിയ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം നമുക്ക് മാനേജ് ചെയ്താൽ പോരാ, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ മാനേജ് ചെയ്യണം. അവിടുത്തെ എല്ലാ ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, ആൻഡ് വെദർ ദ പേഷ്യൻസ് ആർ ഗിവൺ ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, വളരെ വരുന്ന പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കി അന്വേഷിക്കാൻ നമ്മള് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പൊ ചില്ലറ ജോലിയല്ല കേട്ടോ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഒരു 6 months കോഴ്സ് അല്ലേ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഉത്തരവാദിത്തം ഒന്നും അല്ല. നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട്, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം അവിടെ വരുന്നത് പേഷ്യൻസ് ആണ്. നമ്മളുടെ ഏറ്റവും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഈസ് അവർ വെൽത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പ്രവർക്കൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹെൽത്ത് ഈസ് വെൽത്ത്.
ആരോഗ്യം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് എന്ത് കാര്യം നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇഫ് യു ഹാവ് ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്ത് നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ വലിയ എന്താ പറയാ, നമുക്ക് ഭയങ്കര ഡെസ്പെയർ, നമ്മളെല്ലാവരും നിരാശരാകും. എന്തെങ്കിലും അസുഖങ്ങൾ നമ്മളിലേക്ക് വന്നാൽ, കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ, പേഷ്യൻസ്, അവർക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ നല്ല രീതിയിൽ പരിഗണിക്കുക എന്നുള്ള ഉത്തരവാദിത്വമൊക്കെ അവിടുത്തെ ഓരോ ജോലിക്കാർക്കും ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആവശ്യമുള്ള ഒരു ഇടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ഷമ, അല്ലെ, വളരെ നല്ല രീതിയിൽ ക്ഷമിച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ് ഈ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരിക്കും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നതിലൂടെ. ഇനി എന്തുകൊണ്ടാണ് ഹൗ ദിസ് കോഴ്സ് ബിക്കം സച്ച് എ പോപ്പുലർ ആയിട്ടുള്ള, ഇത്രയും അധികം പോപ്പുലാരിറ്റി എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായി? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി. തീർച്ചയായിട്ടും നമ്മുടെ മാത്രമല്ല, ഓരോ രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഇൻക്രിമെന്റ് ആണ് ഇതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മള് എന്താ പറയാ, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എന്താ പറയാ രോഗങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കണേ. ഇന്ന് കേൾക്കുന്ന രോഗമല്ല, നാളെ വേറെ പേര്, അല്ലെ? പനികളൊക്കെ തന്നെ എത്ര രീതിയിലാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു പനി എന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പനീനെ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് നെയിംസിലാണ് പനികൾ തന്നെ, ഫീവർ തന്നെ അറിയപ്പെടുന്നത്. അതുപോലെ ഓരോ അസുഖങ്ങളും, നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ഫുഡിങ് ഹാബിറ്റ്സ്, ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് രോഗം ഉണ്ടാക്കുന്നതിൽ നമ്മൾ തന്നെ കാരണക്കാരുമാണ്. യാതൊരു സംശയമില്ല എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? നമ്മുടെ രോഗത്തിനെ വരുത്തി വെക്കാനായിട്ട് നമുക്ക് തന്നെയാണ് അതിന് കൂടുതൽ മെജോറിറ്റി ഒരു ഉത്തരവാദിത്വം നമ്മളുടെ ഇത് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇങ്ങനെ വരുത്തി വെക്കുന്നത്. കാരണം നമുക്ക് ഇന്ന് മര്യാദയ്ക്ക് ഇരുന്ന് ആവശ്യത്തിന് സമയമെടുത്ത് ഫുഡ് കഴിക്കാൻ നേരമില്ല. എല്ലാത്തിനും ധൃതിയാണ്, ബിസിയാണ്. നമ്മുടെ വർക്കിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റു കാര്യം കൊണ്ട് നമ്മൾ ബിസി ആയതുകൊണ്ട് പ്രോപ്പർ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല, പ്രോപ്പർ രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫുഡിനേക്കാൾ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡുകൾ, അല്ലെ, റെഡിമെയ്ഡ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വേഗം അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ജോലിക്ക് പോകാൻ സമയമായി, അപ്പൊ ഒന്നും കൊണ്ടുപോകണ്ട, അവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇത്തിരി ഫുഡ് വാങ്ങിച്ച് ഒരു ഇച്ചിരി ഫുഡ് കഴിച്ചാൽ പോരെ ഒരു ദിവസം. ഇത് നമ്മൾ ഒരു ദിവസം, 2 ദിവസമായി, 2 ദിവസം, 3 ദിവസമായി, ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഡെയിലി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഈ ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വല്ലപ്പോഴും ഒരിക്കൽ ഓക്കെ, അല്ലെ, മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പക്ഷെ എന്താണ്, നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി, നമ്മളുടെ ആ ഒരു ഗതിയൊക്കെയാണ്, അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അപ്പൊ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഈസ് വൺ ഓഫ് ദ മേജർ റീസൺ ഫോർ ദ പോപ്പുലാരിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഇത്തരം ഒരു കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ തന്നെയാണ്. അപ്പൊ ഈ പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതനുസരിച്ച് ഡിസീസസിന്റെ എണ്ണവും കൂടുകയാണ്, രോഗങ്ങളുടെ എണ്ണവും അതിന്റെ ആധിക്യവും, അല്ലെ, അതിന്റെ ആ ഒരു എന്താ പറയാ ഗൗരവവും ഒക്കെ ഇങ്ങനെ ഏറി വരികയാണ്. നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ നമ്പർ 1 കൺട്രി ഇൻ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് 1ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്രയും അധികം ഹോസ്പിറ്റൽസ്, ഇന്ന് ഒരുപാട് ഹോസ്പിറ്റൽസ് ഇന്ന് പൊട്ടിമുളയ്ക്കുന്നുണ്ട്, അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സെന്റേഴ്സ്, ഒത്തിരി കാര്യങ്ങൾ ഇന്ന് എന്താ പറയാ ഇങ്ങനെ കൂണ് പോലെ, മഷ്റൂം പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് റീസൺ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഡിസീസസ്, അല്ലെ? തീർച്ചയായിട്ടും പെരുകി വരുന്ന ഗൗരവമേറിയ രോഗങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണങ്ങൾ. ഓരോ ഹോസ്പിറ്റൽസും ഇത്രയധികം ചെയ്യുന്ന അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളിന്ന് കാണുന്നത്. ആ ഹോസ്പിറ്റൽസിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആകുന്ന രീതിയിൽ എന്താ പറയാ കൊണ്ടുപോകാനും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും എല്ലാം ഒക്കെ നോക്കി നടത്താൻ, അപ്പോ ഇതിന്റെ കൺട്രോളിങ്ങും മാനേജിങ്ങും കോർഡിനേഷനും ഒക്കെ നോക്കി നടത്താൻ കുറച്ച് ആളുകളുടെ ആവശ്യം വന്നു. അതർവൈസ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് നമ്മുടെ വീടുകളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ വിട്ടുകൊടുത്ത്, നമുക്കിപ്പോ എന്തെങ്കിലും വയ്യായി കൊണ്ട് നമ്മൾ തീരെ കിടപ്പില്ലേ, അവിടുത്തെ ആകെ കാര്യങ്ങൾ കുഴഞ്ഞു പറയും, ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ തന്നെ പലപ്പോഴും പറയും, ഞാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും,
ചോദിക്കാറില്ലേ? ഇപ്പൊ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കാത്തവരാരും ഉണ്ടാവില്ല. ഞാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരോടെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാനില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ പലരോട് ചോദിക്കാറുണ്ട്. ആ ഒരു രീതിയായിരിക്കും ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്നത്തെ കാലത്ത് ഇല്ലാതായ. കാരണം ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇറ്റ് ഈസ് വെരി നെസസറി നവഡേയ്സ്. കാരണം ഇത്രയും എന്താ പറയാ വിശാലമായി കിടക്കുന്ന ഈ ഹോസ്പിറ്റൽസിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആളുകളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു ടീം ആയിട്ട്, ഒരു ടീം ഓഫ് മെമ്പേഴ്സ് കൂടിയിട്ട് അതിന് പ്രൊഫഷണലിസം നേടിയവര്. കാരണം അതില് ആ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് അറിയണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് അറിയണം. എന്നാലേ അതിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ? അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് എന്നോട് മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ അത് ചെയ്യാനായിട്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെ അറിയണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയണ്ടേ? ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് വി ക്യാൻ കൺട്രോൾ, മാനേജ് എവറിത്തിങ്. അല്ലെ? നമുക്ക് അപ്പൊ മനസ്സിലാവും ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, സോ അവിടെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ദേ ആർ നോട്ട് പ്രൊവൈഡിങ്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് ദേ ആർ നോട്ട് ബിഹേവിംഗ് പ്രോപ്പർലി ടു ദ പേഷ്യൻസ്, നല്ല രീതിയിലല്ല അവരുടെ പേഷ്യൻസിനോട് പെരുമാറുന്നത്. വാട്ട് എവർ യു ആർ സീയിങ്, നമ്മൾ എന്ത് കാണുന്നുവോ അതിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ അത് പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം പേഷ്യൻസ്, രോഗം വന്ന ആളുകളുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ടാവും. അല്ലെ? ശാരീരികമായിട്ട് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഡെസ്പയർ ആയി പോകും. മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ ശരീരം ഓക്കെ ആവും, അല്ലെ? ഹെൽത്തി ആയിരിക്കും. അതാണ്. അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കൂട്ടം ആളുകളെ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കേണ്ടതൊക്കെ ഹോസ്പിറ്റൽസിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതൊക്കെ നന്നായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊക്കെ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ, അതൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ, എന്ന് വെച്ചാൽ അവരുടെ പിന്നാലെ നടക്കണ്ട എപ്പോഴെപ്പോഴും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അന്വേഷിക്കാം, നോക്കുക. അല്ലെ? മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? എപ്പോഴെപ്പോഴും എല്ലാ ദിവസവും നമുക്ക് മാനേജ് ചെയ്യണ്ട. അല്ലെ? ഒറ്റ തവണ മാനേജ് ചെയ്തത് നമ്മുടെ ആ ഒരു വിരൽത്തുമ്പിൽ അവർ നിൽക്കണം. ആ രീതിയിൽ നമ്മൾ അവരെ ആക്കണം. അതിന് നമ്മൾ കേപ്പബിൾ ആക്കണം. സോ ഇറ്റ്സ് എ വെൽ, എന്താ പറയാ, നല്ല രീതിയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി തീരുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും അധികം പോപ്പുലാരിറ്റി ഈ ഒരു കോഴ്സ് നേടിയത് എന്നുള്ളതിന് ഒരു ഉത്തരമാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളത്. ഒന്ന്, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ തന്നെയാണ്. ഒത്തിരി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഇൻക്രീസ്ഡ് പോപ്പുലേഷന്റെ കാരണം കൊണ്ട് തന്നെ ഡിസീസസ് ഓൾസോ ഇൻക്രീസ്ഡ്. വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ആണ്. ഒരു രീതിയിൽപ്പെട്ട രോഗമല്ല. ചില ആളുകളെയും കൊണ്ടുവരുമ്പോ, ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുമ്പോ ഡോക്ടേഴ്സ് തന്നെ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിസീസ്. ഈ രോഗത്തിന്റെ കാരണം എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കപ്പെടണം. കാരണം എന്ന് വെച്ചാൽ അവർ ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ദ റീസൺ. സോ അവർ അത് മനസ്സിലാക്കണം, എന്താണ് ഈ രോഗം. കാരണം ഇന്ന് വരുന്ന രോഗങ്ങൾ അങ്ങനത്തെ രീതിയിലാണ്. അവര് പോലും അവരുടെ പഠിക്കുന്ന ബുക്കുകളിൽ അവർ കണ്ടെത്താത്ത തരത്തിലുള്ള രോഗങ്ങളെ, രോഗലക്ഷണങ്ങളുമായിട്ടാണ് ഇന്ന് ഓരോ പേഷ്യൻസും അവരെ സമീപിക്കുന്നത്. സോ എടുത്തു വച്ചിട്ട് അവിടെ റെഡിമെയ്ഡ് ആയിട്ട് ആ മരുന്ന് നമുക്ക് കൊടുത്തു വിടാൻ അവരുടെ കയ്യിലില്ല. ബിക്കോസ് അവര് ഉദ്ദേശിക്കുന്ന രോഗം തന്നെയാണ് ഈ പേഷ്യന്റിനുള്ളത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അതിനു വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് പഠനങ്ങൾ നടത്തണം. അവർ പഠിച്ചെടുത്ത ആ ബേസിക്കിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് അവര് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. സോ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കണമെങ്കിൽ ഇതെല്ലാം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. കാർഡിയോളജി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഓർത്തോ ഉണ്ട്, അല്ലെ, ഒഫ്താൽമോളജി. ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ടോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ നമുക്കും പരിചയപ്പെടാം. നമുക്ക് പരിചയപ്പെടുക എന്നുള്ളതല്ല, നമ്മൾ അറിയണം, വ്യക്തമായി അറിയണം ഓരോ ഡിപ്പാർട്ട്മെന്റും. എന്നാലും മാത്രമേ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണം, ആ പ്രവർത്തനങ്ങളൊക്കെ ശരിയായി നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലായല്ലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളതിന്റെ കാരണം രണ്ട് കാരണം: ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് വെറൈറ്റീസ് ഓഫ് ഡിസീസസ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതുപോലെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഇന്ന് പൊങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നത് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട്, പേഷ്യൻസിനെ നോക്കാനായിട്ട് ഇത്രയും ഹോസ്പിറ്റൽസ് ഒക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് ആ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇത് ഒരു നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഒരു 6 months കോഴ്സ് ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒരു എന്താ പറയാ ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. 6 months കോഴ്സ് ആണ്, ഒരു 6 മാസത്തെ കോഴ്സാണ് നമ്മളിത് പഠിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ സ്കിൽഡ് പ്രൊഫഷണൽസ്. ഈ പറയുന്ന ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ആയിട്ട് ഇന്ന് ആളുകൾ എടുത്ത് പഠിക്കുന്നത്. ഇതുപോലെ ഇന്ന് ഒരുപാട് അതുപോലത്തെ ഈ 6 months കോഴ്സുകൾ വേറെയും ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എംപ്ലോയീസിനെ ഒക്കെ മാനേജ് ചെയ്യുന്നവര്, ഏതെങ്കിലും വലിയ വലിയ ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്യുക, എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ എഫിഷ്യൻസി പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ചില പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കോഴ്സുകളായിട്ട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മളിപ്പോ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ചില പ്രൊഫഷൻസ് ഇന്ന് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒന്നായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നത് കാണാം. നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, HR, ലോജിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കോഴ്സുകളിൽ ഒരു പേര് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെയും കാണാം. കാരണം ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഡിസീസസ്, ഒരുപാട് രോഗങ്ങളുടെയും അല്ലെങ്കിൽ ലക്ഷണങ്ങളും അതുപോലെ തന്നെ പോപ്പുലേഷന്റെ വർധനവും ഒക്കെയാണ് ഇതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി മാത്രമല്ല, ഈ പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ടേ നമുക്കറിയാം, പണ്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതിന് എന്താ നമ്മൾ ചെയ്തിരുന്നത്? പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ഏതെങ്കിലും +2 അതൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണോ എടുക്കുന്നത്, +2 നമ്മൾ എന്തെടുക്കുന്നു, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, സയൻസ് ആണോ? സയൻസ് എടുത്തവർക്ക് മാത്രമേ ഹോസ്പിറ്റൽസിലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. BSc നഴ്സിംഗിന് പോവുക, അല്ലെങ്കിൽ GNM ജനറൽ നഴ്സിംഗിന് പോവുക, അതല്ലെങ്കിൽ MBBSന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സയൻസ് എടുത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലെ, അതല്ലേ പറ്റുള്ളൂ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഹ്യൂമാനിറ്റീസ് എടുത്തവര് പോയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ നഴ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ നമുക്ക് ജോലി കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്തവർക്ക് പറ്റില്ല. എന്നാൽ ഇവിടെ നമുക്ക് എനി +2 ലെവലാണ്, ഏതെങ്കിലും +2 ലെവൽ, ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്തോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതെടുത്താലും യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ സിസ്റ്റംസ്. ഇതുപോലുള്ള ആരോഗ്യ സംരക്ഷണ മേഖലകളില്, ആശുപത്രികളിലൊക്കെ നമുക്കും ഒരു ഭാഗമാകാൻ ഇങ്ങനെ ഒരു ചെറിയ കോഴ്സ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, കാരണം അന്ന് അങ്ങനെയാണ്, BSc ചെയ്ത് അല്ലെങ്കിൽ +2 സയൻസ് എടുത്തവർക്ക് മാത്രമേ അങ്ങനെ നഴ്സിംഗിനൊക്കെ പോകാൻ പറ്റിയിരുന്നുള്ളൂ. അല്ലെ, ഹോസ്പിറ്റൽസ് പോലെയുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയ എന്താ പറയാ ഒരു മേഖല, അത് ജോലി സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് ആണ്. അതൊക്കെ ഇതിന്റെ കാരണം എന്താ? പോപ്പുലേഷൻ ഇൻക്രിമെന്റും അതോടൊപ്പം തന്നെ ഈ ഡിസീസസിന്റെ ഇൻക്രിമെന്റുമാണ്. ഇത് 2 കാരണങ്ങൾ തന്നെയാണ്. മറ്റേത് മേഖലകളിലെ ജോലിക്ക് വേണ്ടി പോകാനും അല്ലെങ്കിൽ അന്വേഷിക്കാനും കണ്ടെത്താനും കൊച്ചിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളപ്പോ ഈ ആശുപത്രികളിൽ, ഹോസ്പിറ്റൽസിലെ പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ഭാഗമാകണമെങ്കിൽ ഇത്തരം കോഴ്സുകൾ കൊണ്ടും സാധിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന്റെ സ്കോപ്പ് എന്നാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ scope എന്നാണ്. First of all, you can add on your education through this hospitals and also healthcare management courses. ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാനുള്ള ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സസ്, ഇതൊക്കെ പഠിക്കുന്നതിലൂടെ you can add on your education. നമ്മളുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷന്റെ കൂടെ ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. ഓക്കെ, നമ്മൾ ഓരോ പുതിയ കാര്യം പഠിക്കുമ്പോഴും നമ്മളുടെ ക്വാളിഫിക്കേഷൻ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അതെ, ഞാൻ ഇത് +2 പഠിച്ചു, അപ്പൊ ഒരു ക്വാളിഫൈഡ് ആയി, ഒരു രീതിയിൽ ക്വാളിഫൈഡ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഡിഗ്രിക്ക് പോയി, അപ്പൊ നമ്മൾ എന്തായാലും ഡിഗ്രി ഹോൾഡറായി അതിലെ തന്നെ. ഇനി അതിന്റെ PGക്ക് പോയി, അതിന്റെ PG ഹോൾഡറായി. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ പോയി. അപ്പൊ നമ്മളുടെ ഓരോ ക്വാളിഫിക്കേഷൻ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷന്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്?
ഞാൻ പറയും അല്ല എന്ന്. നമ്മൾ അതിനു വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടത്. എന്തെങ്കിലും ജോലി മാത്രം പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മള് എന്താ പറയാ, ഈ പറയുന്ന പോലെ മടിയൻ മല ചുമക്കുന്ന ഒരു കണക്കായിരിക്കും അല്ലെ. പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ള ഏതെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് ചില ആളുകൾ നടക്കും. കുറച്ചൊക്കെ നമ്മള് കാര്യങ്ങൾക്ക് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലെ. കുറച്ച് കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ വേണ്ടി വരും അല്ലേ. എളുപ്പം എന്ത് സാധിച്ചാലും അത് അത്രയധികം നാള് നീണ്ടു നിൽക്കില്ല. അതേസമയം നമുക്ക് കുറച്ച് സമയം എടുത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് സമയവും കാര്യങ്ങളൊക്കെ കണ്ടെത്തി കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ സഹിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകും, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളെ ഈ പറഞ്ഞത് ഞാൻ ഇതാണ്, ജോലിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതിലൂടെ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടെ എന്തൊക്കെയാ നടക്കുന്നത്, അങ്ങനെയുള്ള ഒത്തിരി വിശാലമായ അറിവുകൾ നിങ്ങൾ ഈ ഒരു 6 months കൊണ്ട് നേടുമെന്നുള്ളത് ഇനി യാതൊരു സംശയവുമില്ല. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽസ് ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കയറി പ്രവർത്തിച്ച ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലൂടെ നമ്മൾ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്കൊരു അറിവില്ലത്, നമ്മൾ ഈ ഒരു ഡോക്ടറായിട്ടോ നേഴ്സായിട്ടോ നമ്മൾ പ്രവർത്തിച്ചില്ല. സോ ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഓരോ കാര്യങ്ങൾ, ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓപ്പറേഷൻസ് നടത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ അവിടെ നമുക്കറിയാം ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഹാർട്ട് അറ്റാക്കുമായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകളുണ്ട്. ഇതൊക്കെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബൈ ദീസ് ക്ലാസ്സസ്, ത്രൂ ദീസ് ക്ലാസ്സസ്, ഈ ക്ലാസ്സുകളിലൂടെ നമുക്കതൊക്കെ മനസ്സിലാക്കാനും പറ്റും, നമ്മളതൊക്കെ ചെയ്ത ഫീലിംഗ് നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഒരു അറിവ് കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കൊണ്ട് സാധിക്കും. ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്, വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് കോഴ്സ്, എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? It is to ensure that hospitals are providing quality treatment or quality services to its patients along with adopting cost-effective ways. അതായത് പ്രധാനപ്പെട്ട ലക്ഷ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ടു പ്രൊവൈഡ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഓർ ക്വാളിറ്റി സർവീസസ്. അവര് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, നല്ല രീതിയിലുള്ള സേവനം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയാ? ബൈ അഡോപ്റ്റിംഗ് കോസ്റ്റ് ഇഫക്റ്റീവ് വേസ്. എങ്ങനെ കൊടുക്കണം? എല്ലാവരും എന്താ പറയാ ആളുകളുടെ കയ്യിൽ നിന്ന് കുത്തിപ്പറിച്ച് എന്താ പറയാ അവരുടെ മാക്സിമം അവരെ പിഴിഞ്ഞ് കാശ് എടുത്തിട്ടല്ല അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം ബൈ യൂസിങ് കോസ്റ്റ് ഇഫക്റ്റീവ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആളുകൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ എയിമാണ്, അല്ലെങ്കിൽ ലക്ഷ്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാശുണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലെ. ഹോസ്പിറ്റൽസ്, വലിയ വലിയ ഹോസ്പിറ്റൽസ് കെട്ടിയുണ്ടാക്കിയിട്ട് ഒത്തിരി ആളുകളിൽ നിന്ന് കാശുകൾ നമുക്കറിയാം, ഒത്തിരി കാശുള്ളവരുണ്ട്, അവരിൽ നിന്ന് ഈടാക്കാം. പക്ഷെ കാശില്ലാത്തവരും, ഒരു ആവറേജ് ഇൻകം ആയിട്ടുള്ള ആളുകളിൽ നമുക്ക് എങ്ങനെ ഇത്രയും അവരിൽ നിന്ന് കാശുണ്ടാക്കാൻ നേടിയെടുക്കാൻ പറ്റും? അവർക്ക് അതിനുള്ള എന്താ പറയാ സാമ്പത്തികമായി ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുത്തിപ്പിടിച്ച് വാങ്ങിക്കാൻ പറ്റില്ലേ? പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അത്തരം സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ മാനേജ്, അവരെ നമുക്കത് അവർക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് അത്തരം ആളുകളെയൊക്കെ മനസ്സിലാക്കി അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും പറ്റും എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എയിം എന്ന് പറയുന്നത്, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഹു ആർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭരിക്കുന്ന ആളുകളാണ്. അതെന്ന് പറയുന്നത് they are a group of individuals, ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് ആണ്, ഒരു കൂട്ടം ആളുകളാണ്, ഒരു മെമ്പേഴ്സ് ആണ്, പ്രൊഫഷണൽസ് ആണ്. ആൻഡ് ദീസ് മെമ്പേഴ്സ് അവര് അക്കോർഡിംഗ് ടു ദ ലോ ആൻഡ് ഓർഡർ, നിയമപരമായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് they have to control the human resources, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് എല്ലാം തന്നെ എന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു കൈകടത്തൽ അവിടെ ഉണ്ടായിരിക്കും, നമ്മളുടെ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ നമ്മൾ ചില്ലറക്കാരല്ല കേട്ടോ. എല്ലാവരും വളരെ അലേർട്ടായിട്ട് ഇങ്ങനെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട്
ചാടി ചാടി നിൽക്കണം, സ്പ്രിംഗ് പോലെ നിൽക്കണം. കാരണം നമ്മള് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മളുടേതായ രീതിയിൽ നമുക്ക് തന്നെ എന്തെങ്കിലും എന്താ പറയാ ഒരു മടി അല്ലെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇത് മുഴുവൻ നമ്മളാണ് കൺട്രോൾ ചെയ്ത് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹാവ് ടു ജോയിൻ ടുഗദർ. അവരെല്ലാവരും ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ക്വാളിറ്റി സർവീസസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ഇവൾ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവരുടെ തലയിലുണ്ട്. അപ്പൊ അതും കൂടി മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ആസ് യു നോ, ഇത് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ +2 ലെവലാണ്. എനി +2 ലെവലാണ്. ഓക്കെ, ഇപ്പൊ +2 ലെവലാണ്. ആൻഡ് ആഫ്റ്റർ യുവർ +2 ഓർ ഡിഗ്രി ഉള്ളവർക്കും നേടാൻ കുഴപ്പമില്ല. ഡിഗ്രി കഴിഞ്ഞു, അയ്യോ +2 ആയിരുന്നല്ലോ മിനിമം ക്വാളിഫിക്കേഷൻ, അപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് ചേരാൻ പറ്റില്ലെന്നാണ്. അവിടെ ഇല്ല കേട്ടോ. +2 ഓർ ഡിഗ്രി ലെവലൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് when you are doing or completing this hospital administration course, you can also serve. നിങ്ങൾക്കും എന്താ പറയാ ഒരു ഹോസ്പിറ്റൽസിൽ സെർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ സേവനത്തിന്റെ ഒരു ഭാഗമാകാനായിട്ട് നിങ്ങൾക്കും പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യുവർ ബെറ്റർ ചോയ്സ്. ഇത് നിങ്ങളുടെ ഒരു നല്ല ഒരു അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ആൻഡ് ഐ ഓൾസോ വിഷ് യു ടു ഗെറ്റ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിഫറെന്റ് ഹോസ്പിറ്റൽസ്. നിങ്ങളും ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടുത്തം പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാലോ നമുക്ക് അല്ലെ. ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഓൺ വോയിസിൽ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചില്ല. ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പൊ 10-68 കുട്ടികളായി. ഇപ്പൊ ഇത്രയും പേരൂടെ ഇന്ന് നിങ്ങളെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ ആവശ്യപ്പെടാറുണ്ട് കുട്ടികളോട്. പക്ഷെ ഈ ഇത്രയും കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സമയം നീണ്ടുപോകും. കുറെ ആളുകളൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഇൻ ബിറ്റ്വീൻ ആ ജോലിയുടെ ഇടയിൽ ഇരുന്നൊക്കെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരെയും നമ്മൾ മാനിക്കണ്ടേ? സോ അതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടാഞ്ഞത്. ക്ലാസ്സിൽ എപ്പോഴെങ്കിലും നമുക്ക് പരിചയപ്പെടാട്ടോ. അപ്പൊ ഇതൊരു ബെറ്റർ ചോയ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലുമൊക്കെ ജോലി ഒത്തിരി പേര് കിട്ടിയവർ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജോലിക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ട് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അപ്ലൈ ചെയ്തിട്ടേ അവര് എന്താ പറയാ ട്രെയിനിങ്ങിന് പോലെയൊക്കെ കയറുന്നവരും ഉണ്ടെന്ന് പറഞ്ഞു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് അയക്കുമ്പോൾ അവർക്ക് ജോലി. അപ്പൊ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേര് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റും, നിങ്ങൾക്കും അത് കിട്ടുന്ന ആ ഒരു സാധ്യത ദൂരത്തൊന്നുമല്ല, നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. ആൻഡ് യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എന്ത് കോഴ്സ് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ നമ്മൾ അതിന്റെ പ്രയോജനങ്ങൾ സാധ്യതകളൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മൾ എവിടെയെങ്കിലും മൂലക്കില് പതുങ്ങി നമ്മൾ കുറച്ച് ഡൗൺ ആയാല് നമ്മൾ ഇൻട്രോവേർട്ട് ആകാന്നൊക്കെ ചില ആൾക്കാർ പറയും അല്ലെ. അങ്ങനെ ഒതുങ്ങി കൊണ്ട് ഇപ്പൊ ജോലി പഠിച്ചു കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടി അവിടെ കൊണ്ടുപോയാൽ മൈൻഡിൽ വെച്ചിട്ട് ഷോക്കേസിൽ വെച്ചിട്ട് ഓരോ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ ഒരെണ്ണം കൂടി അങ്ങനെ തന്നെ ഇരിക്കുന്നു. അങ്ങനെയൊന്നും നമ്മളെ ജോലി തേടി അല്ല നമ്മളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ജോലി സ്ഥലത്തൊന്നും ആരും വരില്ല. We have to move forward. നമ്മളാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കേണ്ടത്. നമ്മളെ തേടി ആരും വരില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്തില്ലേ ജോലി ഇഷ്ടം പോലെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അല്ലെ. അത് അനുസരിച്ച് ജോലി ചെയ്യാനുള്ള ആ ഒരു ആളുകള് അതിന്റെ എന്താ പറയാ ഞാൻ പഠിച്ച രീതിയിലുള്ള കാര്യങ്ങൾക്കുള്ള ജോലി ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് എന്താണോ നമുക്ക് പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് അതിന്റെ ആവശ്യം. അല്ലാതെ നമ്മൾ ഒതുങ്ങി കൂടിയിരുന്നത് നമ്മളെ ഇഷ്ടമായിരുന്നില്ല. നമ്മളാണ് ഇറങ്ങി പുറപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എനർജിയും സ്മാർട്ട്നെസ്സും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളത് മേക്ക് യൂസ് ഓഫ് അല്ലെ, നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്താ? നമ്മുടെ റോൾ എന്താ? അപ്പോ നമ്മുടെ റോൾ എന്ന് പറയുന്നത് നമ്മൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഡിഗ്രി ഓർ ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഈ കോഴ്സിന്റെ ഡിഗ്രിയോ ഡിപ്ലോമ ഒക്കെ എടുത്തു കഴിയുമ്പോൾ യു വിൽ ബിക്കം എ സ്കിൽഡ് പ്രൊഫഷണൽ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സ്കിൽഡ് ഒരു പ്രൊഫഷണൽ ആയി തീരും. ആൻഡ് ഓൾസോ യു ക്യാൻ എൻഷുർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഹോസ്പിറ്റൽസ്, മാനേജിംഗ് ദ ഹോസ്പിറ്റൽസ് ആസ് എ ഹോൾ. നമ്മളും ഹോസ്പിറ്റൽസിന്റെ ഒരു ഭാഗമാകുകയും ഹോസ്പിറ്റൽസിനെ മാനേജ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് അതിനെ ഫങ്ഷൻ ചെയ്യാനും എന്താ പറയാ പ്രവർത്തിപ്പിക്കാനും കഴിവുള്ളവരായി തീരും ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി കഴിഞ്ഞാൽ. നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാകുക എന്നുള്ളത് കൂടി നമ്മൾ അറിയിക്കുക.
ഇനി വാട്ട് ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലുകൾ എവിടെയായി? ഹോസ്പിറ്റൽസ് ആണ് എന്ന് നമുക്ക് അറിയാം അല്ലെ. ഹോസ്പിറ്റൽസിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ആവശ്യം എന്ന് നമുക്കറിയാം. എബ്രോഡും അല്ലെ, ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് ഇന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റൽസിൽ മാത്രമാണ്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഹോസ്പിറ്റൽസ് കൂടാതെ there are different institutions or different entities. നമ്മുടെ ആവശ്യമുള്ള, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യമുള്ള ഒത്തിരി മേഖലകൾ വേറെയും ഉണ്ട്. സച്ച് ആസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, ക്ലിനിക്കൽ ആയിട്ട് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകളിലെ ക്ലിനിക്കൽ ഹോസ്പിറ്റൽസ് പോലെ, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, educational institutions, health insurance companies, medical health facilities, institution of healthcare organization, international healthcare organization, rehabilitation centers, private nursing homes. ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്? സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിൽ മാത്രമല്ല എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആവശ്യകത, അത്തരം സ്കിൽഡ് പ്രൊഫഷണൽസിന് ആവശ്യമുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളിലും ഉണ്ട്. clinical departments, public health agencies, government health services, educational institutions, health insurance companies, medical health facilities, international health organizations, rehabilitation centers, private nursing homes. ഈ private nursing homes ഒക്കെ നമ്മുടെ അബ്രോഡ് ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റിൽ ഇവിടെ ഇപ്പോ ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോയിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഡേ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒത്തിരി ഉണ്ട്. ഡേ കെയർ മാത്രമല്ല, കെയർ ടേക്കിംഗ് ആയിട്ടുള്ള നഴ്സിംഗ് ഹോംസ് ഒത്തിരി, എന്താ പറയാ, വേറെ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളൊക്കെ കൂടി ആയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് വേണ്ട ചികിത്സയും മറ്റു കാര്യങ്ങളും അവരെ എന്താ പറയാ ശുശ്രൂഷ നഴ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചില ഹോംസ് ഉണ്ട്. അതാണ് നഴ്സിംഗ് ഹോംസ്. അപ്പൊ അവർക്ക് അതിനുള്ള ഫണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ആ വീടുകളിൽ നിന്ന് കൊടുക്കും. പക്ഷെ അവിടെ നോക്കാൻ വീടുകളിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാനൊക്കെ സ്ഥലമില്ലാത്തത് കൊണ്ട്, ആളുകൾ നോക്കാനില്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇത്തരം നഴ്സിംഗ് ഹോംസ് ഒക്കെ അബ്രോഡൊക്കെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്താ പറയാ നമുക്ക് ജോലി സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ വേ. നമ്മുടെ ലൈഫ് നമുക്കാണ് ചൂസ് ചെയ്യാനുള്ളത്. നമ്മൾ തന്നെയാണ് അതിനു വേണ്ടി ഓടേണ്ടത്. ആരും നമുക്ക് വേണ്ടി ഓടില്ല. സോ നമ്മൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം. എനിക്കും അത് നേടാൻ പറ്റും അല്ലെ, നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതി നമ്മളിലുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നമ്മുടെ കീഴിലാക്കാമെന്ന് തെളിയിച്ച ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഇല്ലേ 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 ഇല്ലേ? നിങ്ങൾ ഉറങ്ങിപ്പോയാ? എല്ലാവരും ഉണ്ടോ അവിടെ? ഹലോ ഹലോ. ഓക്കെ, യെസ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ സാലറി ആയിട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിഗിനിങ്ങിലൊക്കെ നമുക്ക് ഒരു സാലറി ബിറ്റ്വീൻ 10,000 to 20,000 ആണ് പെർ മന്ത് കേട്ടോ. 10,000 to 20,000 ഇടയിൽ പെർ മന്ത് നമുക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാം. ഗവൺമെന്റ് എന്റിറ്റീസിലാണെങ്കിൽ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന സാലറി 30,000 ബിറ്റ്വീൻ 30 to 40,000 ആണ്. 30,000 40,000 പെർ മന്ത്. അതിന് ബിറ്റ്വീനിലാണ് സാലറി. ഇതിന്റെ ഒരു എന്താ പറയാ ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ഹയർ സ്റ്റഡീസിന് പോയാൽ നമുക്ക് അതിന്റെ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്റ്റേജസ്, ഓരോ ലെവൽ നമുക്കറിയാം. 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ 10ാം ക്ലാസ്സിൽ ക്വാളിഫിക്കേഷനിൽ കിട്ടുന്ന ജോലിയല്ല +2 ലെവൽ ആയിരിക്കുന്ന ഒരാൾക്ക് കഴിയുന്നത്. അതൊന്നും വലിയ ജോലിക്ക് കിട്ടുന്ന ജോലി സാധ്യതകളുള്ള കോഴ്സ് അല്ല നമുക്കറിയാം അല്ലെ. മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. ഇപ്പൊ പണ്ടൊക്കെ 10 ആയിരുന്നു, അതിന് മുമ്പൊക്കെ 8 ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ലെവലൊക്കെ ഇപ്പൊ മാറി. ഓരോ ഇയറുകൾ കഴിയും തോറും, അതിൽ ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും നമുക്ക് ജോലി സാധ്യതകളിലേക്ക് എത്താനുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ദുർഗിച്ചു പോവുകയാണ്. അതെന്താ കാരണം? കാരണം ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഇങ്ങനെ ജോലിയില്ലാതെയും ജോലിക്ക് വേണ്ടിയും ഒക്കെ നടക്കുന്ന ഒത്തിരി കാൻഡിഡേറ്റ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവരെയൊക്കെ ഫില്ല് ചെയ്യണ്ടേ? ഒത്തിരി ആളുകളായി ഇങ്ങനെ ഓരോ വർഷവും ഡിഗ്രികളും PGകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. സോ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താ പറയാ എംപ്ലോയ്മെന്റ് വേണം അല്ലെ. അപ്പൊ അത്തരം സാധ്യതകളുടെ ആ ഒരു അതിലേക്ക് എത്താനുള്ള സാധ്യതകളോട് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ +2 കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു +2 ലെവലിൽ നമുക്ക് കിട്ടുന്ന ജോലി സാധ്യതയല്ല ഡിഗ്രി ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താ പറയാ മാറുന്നത് പോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെയും ഡിഗ്രി ലെവൽ നമ്മൾ ഡിപ്ലോമ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു പൊസിഷൻ അല്ല അത് കഴിഞ്ഞാൽ നമുക്ക് PG കൂടി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു അവർ എഡ്യൂക്കേഷണൽ ലെവൽ. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലെവൽ മാറുന്നതനുസരിച്ചും നമുക്ക് കിട്ടുന്ന ജോലിയുടെ ലെവലും മാറും. ഇല്ലേ? അങ്ങനെയല്ലേ?
അല്ലെങ്കിൽ പറയരുത് കുറച്ച് കഴിയുമ്പോ അയ്യോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അതും ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ലെവല് നമ്മൾ ഒരു കമ്പനി പിടിച്ചിട്ട് അടുത്ത കമ്പനിയിലേക്ക് കയറാൻ ശ്രമിക്കുക, അങ്ങനെയല്ലേ സാധാരണ. മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് താണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തേ മതിയാകും. അവിടെ റിസ്ക് ഉണ്ടാകും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നിലുള്ളതൊരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കി ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഒരുപാട് എന്താ പറയാ, ഇപ്പോഴത്തെ നിങ്ങൾക്കൊക്കെ ഇതിന് പറ്റി, അല്ലെങ്കിൽ എന്തോരം മുന്നിലേക്ക് നമ്മുടെ കുറച്ചുകൂടി വർഷങ്ങൾ മുന്നിൽ പുറകിലോട്ട് പോയി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഇല്ലാതിരുന്ന ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി കഴിവുകളൊക്കെ ഉള്ള എത്രയോ അമ്മമാരെ ഇന്ന് വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒത്തിരി കൂടിയിരിക്കുന്ന ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മള്, അല്ലെ? സോ ഇറ്റ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് യുവർ ലക്ക്. നമ്മുടെ ഭാഗ്യം കൂടിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും. അതുപോലെ നമുക്ക് അല്ലെ, ചെറുതാണെങ്കിലും വരുമാന മാർഗം അല്ലെങ്കിൽ വരുമാനത്തിന്റെ വലിപ്പമല്ല, നമ്മളൊരു ചെറിയതാണെങ്കിൽ നമുക്കൊരു ഇൻകം നമ്മൾ നേടുക എന്നുള്ളതാണ് ലക്ഷ്യമാവേണ്ടത്. അതായിരുന്നു എന്റെ ഒരു പോളിസി. അതാണ് വലിയ എമൗണ്ട് ഞാൻ പഠിച്ചത്രയും എന്താ പറയാ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻകം അല്ലല്ലോ എനിക്ക് കിട്ടുന്നത്. സോ വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ പിന്നെ എന്തിനാ അതിനു വേണ്ടി പോണം, അല്ലെ? അത്തരം ഒരു ജോലി എനിക്ക് പറ്റില്ല, അതിന്റെ ഒരു സ്റ്റേറ്റസിന് നിലനിൽക്കുന്നതല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ പാടുണ്ടോ? ഇല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ എന്താ പറയാ അതിൻ്റെതായ ഒരു ഇതുണ്ട്, അല്ലെ? അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. മാത്രമല്ല എല്ലാത്തിനെയും നമ്മൾ മാനിക്കണം. എല്ലാത്തിനും ഏത് ജോലിക്കാരും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതനുസരിച്ച് നമ്മൾ ചെയ്യാനും നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെ? നമ്മൾ ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഭാഗികമായിട്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം പുറമെ ഇതെത്ര നേടിയെടുത്തിട്ടും ചില ആളുകൾ, ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ കിട്ടിയ ക്വാളിഫിക്കേഷൻ ഒക്കെ അലമാരിയിൽ കൂട്ടി വെച്ചിട്ട് ഇപ്പോഴും വീടിനകത്ത് ചുരുട്ട് കൂടുന്നവരും ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മള് എന്താ നമ്മൾ അതുകൊണ്ട് നേടിയത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. എന്ത് നമ്മൾ നേടി? ഇതിന് നമ്മൾ നേട്ടം ഉണ്ടാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ചില ഘടകങ്ങളുണ്ട്, അല്ലെ? സോ അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിവുകളുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ അങ്ങനെ ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാനും ഇങ്ങനെയുള്ള ഒരു കോഴ്സ് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് അതിന് ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ലക്കാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിനെ സംബന്ധിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഒട്ടും ചെറുതല്ല, ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഒരു ഹോസ്പിറ്റലിനൊക്കെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് തന്നെ പഠിക്കാനുള്ള കോഴ്സ് ആ ടെക്സ്റ്റ് ബുക്ക് അത് 4 മൊഡ്യൂളുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ബുക്കാണ്. ഈ 4 മൊഡ്യൂളുകളിലായിട്ട് നിങ്ങൾക്ക് 52 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയാ ഒരു ഫിലിം പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്തതുപോലെയൊക്കെ തോന്നുമായിരിക്കും, അല്ലെ? അപ്പൊ അതനുസരിച്ച് അലേർട്ടായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ ക്ലാസ്സുകളും ഈവൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കുറെ പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഫെസിലിറ്റി കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് ക്ലാസ് റൂമിലേക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്ലാസ് റൂമിലേക്ക് every day after the class next day morning തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരിക്കും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്ലാസ്സുകൾ ലൈവില് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര് റെക്കോർഡ് ക്ലാസ് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ഒരു ക്ലാസ് മിസ് ചെയ്തിട്ട് അടുത്ത ഇപ്പൊ കാണാൻ പറ്റില്ല, അന്ന് ഇന്നത്തെ ക്ലാസ് ഇന്നിപ്പോ അവധിയാണ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ല, ഇന്ന് ഇരുന്ന് കാണാം, അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യാൻ പാടില്ല. ഓരോ ക്ലാസ് നമ്മൾ മിസ് ചെയ്യാതെ അതെങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കണ്ട് മനസ്സിലാക്കാൻ, അവിടെ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കമ്പൽസറി ആയിട്ട് എല്ലാവരും വായിക്കണം. ടെക്സ്റ്റ് ബുക്കൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലേക്ക് എത്തുമായിരിക്കാം. ചിലർക്ക് കിട്ടിയോ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ എടുത്തു വെക്കുക.
അതല്ലെങ്കിൽ വിതിൻ 1 വീക്ക് ക്ലാസ് തുടങ്ങിയിട്ടായാലും കുറച്ച് ദൂരമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ എത്താനായിട്ട് ഒത്തിരി താമസിക്കും. അല്ലാത്തവർ എളുപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടൊക്കെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് മിസ്സാകരുത് എന്നുള്ളത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഒരു ക്ലാസ് ഒക്കെ മാറിയിട്ട് അല്ലെങ്കിൽ കേറാതെയൊക്കെ പോയി ആ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേക്കണേന്ന് മനസ്സിലാക്കിയില്ല, അങ്ങനെ വരുന്നവർക്ക് കുറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും കാര്യങ്ങൾ അത് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഡൗട്ട് വരും. അതൊന്നും കേട്ടിട്ടില്ല, വെറുതെ വായിച്ചു നോക്കി. അപ്പൊ അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ചില കാര്യങ്ങൾക്ക് ഡൗട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എന്തായാലും വാച്ച് ചെയ്യാതെ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് സമയം ഉണ്ടാക്കി നമ്മളത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മടി വിചാരിച്ചാൽ എല്ലാവരും നമുക്ക് മടിയായി അല്ലെ? മടി പിടിച്ചിരിക്കാൻ നല്ല സുഖമല്ലേ? എന്നാലോചിച്ച് നോക്കിയാൽ മടി പിടിച്ചിരിക്കാൻ നല്ല സുഖമല്ലേ? ഒന്നും നമ്മൾ ചെയ്യാനില്ല, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് മൂലക്ക് ഇരുന്നതല്ല ഫോണിലെത്തോണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അതങ്ങനെ ഇരുന്ന് പോകും. പക്ഷേ അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ഒരു സാധനമാണ്. ആ സാധനത്തിന് നമ്മളവിടെ തല്ലിക്കെടുത്തി വെച്ചിട്ട് പോസിറ്റീവായിട്ട് നമ്മളെപ്പോഴും വളരെ എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊന്നുമില്ല, എല്ലാം നമ്മളെ കൊണ്ട് പറ്റും. എനിക്ക് നല്ല എന്താ പറയാ വിശ്വാസമുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒത്തിരി വിശ്വാസമുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതുപോലെ എല്ലാവരും എനിക്കൊക്കെ പറ്റി നിങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അതൊക്കെ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, and these all things what I expected to share with you. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നും അതിന്റെ എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണെന്നും അതിന്റെ എന്താ പറയാ സാലറിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഇത്രയും അങ്ങോട്ട് പോപ്പുലർ ആയത് എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചതും. ആൻഡ് ഐ തിങ്ക് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിയാണോ പറഞ്ഞത്? പറഞ്ഞതൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എല്ലാവരും ഓക്കെ ആണോ? Yes, ma'am. Thank you so much. And we have we have completed the half part of our intro class. Intro classന്റെ പകുതി ഭാഗം മാത്രമേ നമ്മളിപ്പോ കേട്ടിട്ടുള്ളൂ. ഇനി you may have doubt regarding your certificates, exams, അപ്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സർ ആയിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത ഹാഫ് പാർട്ടിൽ ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് മൺഡേയിലായിരിക്കും. മൺഡേ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന സമയം 1:30 ആണ്. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇൻട്രോ സാറിൻ്റെതായിട്ടുള്ളത് ബാക്കി വരിക. ഓക്കെ, അപ്പൊ അതുവരെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യാം, എന്താന്ന് വെച്ചാൽ ആലോചിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെ, and I wish you once again all the best for your new course. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ തുടക്കത്തിലുള്ള ഇൻട്രസ്റ്റ് പോലെ തന്നെ അവസാനം വരെ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ ആയിരിക്കണം ക്ലാസ്സുകളിൽ നമുക്ക് കാണുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് നിങ്ങളുമായിട്ട് കാണാൻ പറ്റുള്ളൂ. ആ ഒരു ക്ലാസ്സസേ എനിക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ഓക്കെ, അപ്പോ അതായിരിക്കും മൺഡേ ടു ഫ്രൈഡേ, മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. 2 hours ക്ലാസ് ഡെയിലി ഉണ്ടായിരിക്കും. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ എന്നാണ് പറഞ്ഞത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 2 കേട്ടില്ല, മൺഡേയും ഫ്രൈഡേയും മാത്രം കേട്ട ഏതോ ഒരു ബാച്ചുകാര് നമുക്കുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഏതോ ഒരു ബാച്ച് അതുപോലെ ഞാൻ പറഞ്ഞപ്പോ ആ 2 കേട്ടില്ല തോന്നുന്നത്. മൺഡേ ടു ഫ്രൈഡേ പറഞ്ഞപ്പോ ആ 2 കേട്ടില്ല. അതുകൊണ്ടേ തേഴ്സ്ഡേ ക്ലാസ്സിൽ കയറിയപ്പോ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാ ഫ്രൈഡേ മൺഡേ ഫ്രൈഡേ എന്നല്ലേ പറഞ്ഞ ടീച്ചർ, എന്തുകൊണ്ടാ എന്നിട്ട് തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായാലും ചോദിക്കുന്നത് പ്ലീസ്. അത് മൺഡേ ടു കേൾക്കാഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പോ അങ്ങനെയൊക്കെ കേൾക്കരുതാ, മൺഡേ ട്യൂസ്ഡേ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓരോ ദിവസം എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് അറ്റൻഡ് ചെയ്യാം, അല്ലാത്തവര് ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ, നമ്മുടെ ഈ അടുത്ത ഭാഗത്തുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പറവൂർ എന്റെ ചുറ്റുവട്ടത്തൊക്കെയുള്ളവർ ആരെങ്കിലും? ഇല്ല. ഏറ്റവും നിയറസ്റ്റ് പറവൂരിനോട് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും പ്രദേശത്ത് ഉള്ളവരാരെങ്കിലും? തൃശ്ശൂർ ഭാഗത്തല്ലേ? തൃശ്ശൂരാണ്. കൊടുങ്ങല്ലൂരുണ്ട്, നിവേദ്യ. ഞാനുണ്ട്, ചാവക്കാടുണ്ട്.
ചാവക്കാട്. ഒരു മണി വരെ. തൃശ്ശൂരൊക്കെയാണ് വരുന്നത് അല്ലെ? കൊടുങ്ങല്ലൂരുണ്ട്. ഓക്കെ. അല്ലാത്തവരൊക്കെ ഒത്തിരി ദൂരെയാണോ? ഏതെങ്കിലും ഡിസ്ട്രിക്റ്റുകളാണോ? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് മാം. മലപ്പുറം. ട്രിവാൻഡ്രം, കണ്ണൂർ. ഓക്കെ. മലപ്പുറം. പത്തനംതിട്ട. പത്തനംതിട്ട. പാലക്കാട്. പാലക്കാട്. കൊല്ലം. ഊട്ടി. കോഴിക്കോട്. വയനാടുണ്ട്, എറണാകുളം. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവരെയും നമുക്ക് ക്ലാസ്സുകളിലൊക്കെ ഇടയ്ക്ക് പരിചയപ്പെടാം. ഓക്കെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അവർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. അതിൽ ഗിവ് യു ടൈം. അപ്പൊ അതിനുള്ള സമയം നിങ്ങൾക്ക് തരാം. അപ്പൊ നമുക്ക് അവിടെ പരിചയപ്പെടാം. ആൻഡ് അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? മാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് ചോദിച്ചോട്ടെ. മാം, നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങളിപ്പം ദൂരെയുള്ളവരാണ്, അപ്പം ഞങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ ഒരു 2 weeks എങ്കിലും പോസ്റ്റൽ വഴി ടൈം എടുക്കും. സോ ഇപ്പം ഞാനിപ്പോ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഓക്കെ. അതൊന്നും അറിയാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പം വരുന്ന വഴിക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ഇത്രയും ഡിലേ ആവില്ലല്ലോ. യെസ് മാം. ഹലോ ഹലോ ഹലോ, കേൾക്കാനുണ്ടോ? ഞങ്ങൾക്ക് ഗേൾസിന് എല്ലാവർക്കും പാടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കായിരുന്നു, ജസ്റ്റ് ക്ലാസ്സിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടൊക്കെ. If you wish so, you can do it. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം വേണമെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ആ ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. തന്നെ ആയിരിക്കും. കേട്ടില്ലടാ, പറഞ്ഞേ. ക്ലാസിന്റെ ടൈമില്ലേ, അത് തന്നെ ആയിരിക്കോ ചോദിക്കാം. ക്ലാസിന്റെ ടൈം 1:30 ആണ്. ആഫ്റ്റർനൂൺ 1:30 ആണ്. 1:30 to എത്ര മണി വരെയാണ്? 1:30 to 3:30. 3:30. 2 hours. ഡെയിലി അല്ലേ മാഡം? Monday to Friday വരെ ഉണ്ട്. ഓക്കെ. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ. എക്സാംസ് ഒക്കെ എങ്ങനെ ഹാർഡ് ആണോ അതോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? എക്സാമിന് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോ തുടങ്ങി നിങ്ങൾ നന്നായി പഠിക്കണം. ഹാർഡൊന്നുമല്ല പഠിക്കാൻ. ഒരു എന്താ പറയാ, നമ്മൾ എടുക്കുന്ന അന്നാന്ന് തന്നെ ഒരു 2 പ്രാവശ്യം വെച്ച് നമ്മൾ തരുന്നത് ആ എടുക്കുന്ന ഭാഗം ഒരു 2 or 3 pages ഒരു ടീച്ചേഴ്സിന് ആ ഒരു 1 hour കൊണ്ട് ആവറേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും സമയം കൊണ്ട് എടുക്കുന്നത്. അപ്പൊ 2 ക്ലാസ് ഉണ്ടാവുമല്ലോ, 2 ടീച്ചേഴ്സിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. 2 hours പറയുമ്പോൾ 1 hour ഒരു ടീച്ചർ, അടുത്ത 1 hour മറ്റൊരു ടീച്ചർ. അപ്പൊ 2 പേരും കൂടി ഒരു ആവറേജ് കാര്യമാണ് ഞാൻ പറയുന്നത്. 3 pages എടുക്കുന്നുള്ളൂ ഒരു ടീച്ചർ. 6 pages ഉണ്ടാക്കുള്ളൂ. ആ 6 പേജ് നമുക്ക് 6 പേജ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. 6 പേജ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? അത്ര അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. അത് എളുപ്പമായിരിക്കും. അതല്ല എങ്കിൽ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ. അപ്പൊ അത് നമ്മളൊന്ന് ചെയ്ത് അങ്ങനെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടാന്നൊന്ന് പറയാമോ? എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വന്ന് കളക്ട് ചെയ്യാനായിരുന്നു. എന്താടാ? ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടാന്നൊന്ന് കറക്റ്റ് പറയാമോ? അടുത്ത ദിവസം എറണാകുളത്ത് വരുന്നുണ്ട്, അപ്പൊ അത് കളക്ട് ചെയ്യാനായിരുന്നു വന്ന്. ഡെസ്റ്റിനേഷൻ പറയണോ? ഞാൻ അവരോട് സെൻഡ് ചെയ്യാൻ പറയാം. അതായത് നിങ്ങളുമായിട്ട് കോൺടാക്ട് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്കോ എവിടെയാണോന്ന് വെച്ചാൽ അവരത് സെൻഡ് ചെയ്യുമ്പോ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പൊ ഓൺ ദ വേ നിങ്ങൾക്ക് ഇതുവഴിയൊക്കെ കടന്നു പോകുന്നവർക്ക് വേണമെങ്കിൽ അത് കളക്ട് ചെയ്യാം. ഓക്കെ. ഷെയർ ചെയ്യാം. മലയാളത്തിലായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും? മാം ഒരു കാര്യം ചോദിക്കട്ടെ, മലയാളം ഇംഗ്ലീഷാണ്?
എന്താണ്? എക്സാം ഇംഗ്ലീഷിലായിരിക്കും മലയാളത്തിലായിരിക്കും? ക്ലിയർ ആയില്ലല്ലോ. മലയാളത്തിലായിരിക്കും മാം ഇംഗ്ലീഷിലായിരിക്കും എക്സാം? മലയാളം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ എന്ന് ചോദിച്ചു മാം. ഇംഗ്ലീഷ് ആണ്. വൺ വേർഡ് ആയിട്ട് തരും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹലോ, ഹലോ നമുക്ക് മാം. എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ? എല്ലാരും റെഡിയാണോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണോ പറയുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ ഞാൻ കൊടുക്കട്ടെ. ഓൺ ദ വേയിൽ നിങ്ങൾക്ക് എവിടേക്കെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ, ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്തോ, നിങ്ങൾ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ചോദിച്ചത്? പിന്നെന്തോ ചോദിച്ചു, എനിക്കത് ക്ലിയർ ആയില്ല കേട്ടോ. അതൊന്ന് മെസ്സേജ് ആയിട്ട് ചെയ്യാമോ? അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി സൗണ്ട് ഓൺ ആയപ്പോ ഡിസ്റ്റർബൻസ് വരുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ല, മനസ്സിലായില്ല എനിക്ക്. ഒന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പൊ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇവിടേക്ക് എത്താനുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റ് അവരോടൊന്ന് ഷെയർ ചെയ്യാൻ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് അതിൽ വേണ്ടവർ വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യുക. അതർവൈസ് അത് നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ഓരോരുത്തരായിട്ടൊന്ന് സൗണ്ട് അൺമ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിലേ എല്ലാവരും കൂടി സൗണ്ട് അൺമ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് ഇവിടെ ക്ലിയർ ആവില്ല. എക്സാംസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലാണ് എക്സാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് പിന്നീട് തരുന്നതായിരിക്കും. ഓക്കെ, അത് സാറിന്റെ ഒരു പാർട്ടാണ് ആയിരുന്നു. ഞാൻ എന്റെ പാർട്ട് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതാണ് ഞാൻ നിർവഹിച്ച് ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സാർ ചിലപ്പോൾ പറയും, പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം പിന്നീട്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും എക്സാംസ്. ഫോർ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓപ്ഷൻസ് വിൽ ബി പ്രൊവൈഡഡ്. നമ്മൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, ആൻഡ് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും? ഒന്നുമില്ലല്ലോ. സോ വിൽ മീറ്റ് ഇൻ ദ ക്ലാസ്സസ്. ക്ലാസ്സുകളിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ആയിരിക്കും, എക്സാംസും ഓൺലൈൻ തന്നെയാണ്. ഓക്കെ, സോ ടിൽ ദെൻ ബൈ. ഓക്കെ, ബൈ മാഡം. ബൈ. see you and thank you. Bye. Bye. Thank you so much, ma'am. Thank you, madam. Thank you, ma'am. Thank you, ma'am. Okay, thank you. PG ഉള്ളവർക്ക് PG ക്ലാസ്സസ് വേറെ ആയിരിക്കും കേട്ടോ. അതിന്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. PG-യിൽ ചേർന്നവരാണെങ്കിൽ അവർക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മാം, ഇപ്പൊ പറഞ്ഞ സോറി 1:30 to 3:30 അല്ലേ PG-യുടെ ടൈമിങ്? PG-യുടേത് PG മാത്രം ചെയ്യുന്ന ആളാണോ? മാത്രാണോ? അതെ, PG. ഓക്കെ. PG മാത്രം പറഞ്ഞവര് ഒന്ന് ലീവ് ചെയ്യല്ലേ, ഒരു മിനിറ്റ്. Yes, ma'am. Okay, I'm also doing PG. Okay, wait 1 second.
ഹലോ, അതായത് നമ്മളിപ്പോ ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആളെ കിട്ടുന്നില്ല, സോറി. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങളിലേക്ക് ഇൻഫോർമേഷൻ ആയിട്ട് തരാനായിട്ട് പറയാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാനിത് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി എനിക്ക് എന്നെ തിരിച്ചു വിളിക്കുമായിരിക്കും. അപ്പൊ നിങ്ങളിലേക്ക് ഒന്നത് എങ്ങനെയെങ്കിലും അറിയിക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറയാം. PG മാത്രം എടുത്തിരിക്കുന്നവരുടെ ടൈമും അതുപോലെ തന്നെ ഡേറ്റോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, then let's leave. Okay, bye. Thank you.